രാവിലെ ഓട്ടത്തോട് ഓട്ടം. കുറേ നാളായിട്ട് അങ്ങനെ കിടക്കുന്ന നമ്മളുടെ വീടിൻ്റെ 2 വർഷം കൊണ്ടായിരുന്നു വന്ന് ഞാൻ തിരിഞ്ഞു പോലും നോക്കാറുണ്ടായിരുന്നില്ല. 2014 ആറ്റുനോറ്റുണ്ടാക്കിയ എൻ്റെ വീടാണ്. ഒന്നും പറയണ്ട. ഇവിടെ വന്നാലും സ്ഥിതിയൊക്കെ തന്നെ. ഇവിടെ വന്നാൽ ഇവിടെ ചെയ്യാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പിന്നെ കിച്ചണിൽ കയറണ്ട, തൂക്കണ്ട, തുടയ്ക്കണ്ട, പാത്രം കഴുകണ്ട, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ. പൊന്നോ ബാ, പാല് തിളച്ച്. ഹലോ, ഗുഡ് മോർണിംഗ്. പൊന്നു, ഇത് നീ ഇന്നലെ കെട്ടിവെച്ചെന്നാണ് ഞാൻ എൻ്റെ മുടിയെല്ലാം തീർന്നു. ഇത്രയായി ഇന്നലെ രാത്രി കെട്ടിവെച്ചത്. അയ്യോ, ഇന്ന് രാവിലെ ആർക്കിടെക്റ്റ് പുള്ളി വരുമെന്ന് പറഞ്ഞ് 90% കൊണ്ടുവച്ചിന്. ബാക്കി 10% കൊണ്ട് പറ്റണില്ല ഒരു രീതിയിൽ. എനിക്ക് മെൻ്റലി ഫിസിക്കലി എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ രാത്രിയിൽ ഇട്ടിട്ട് രാവിലെ കിടന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാ ഗൈസ്. നല്ല ഭംഗിയിലൊക്കെ വരച്ച് വെച്ചതായിരുന്നു. ഇവിടെ വന്നാലും ഓട്ടം തന്നെ ഇരുന്ന്. പൊന്നു കുണുവാവ നിൽക്കുന്നത്. നല്ല ഇതുണ്ടോ? തുമ്മലുണ്ടല്ലേ? ഭയങ്കര തുമ്മലും ഭയങ്കര അലർജിയും ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അയ്യോ പാല് കളിക്കണേ. ബാ, മഴയാണ? അയ്യോ, മഴയോട് മഴ. അങ്ങനെ 2014 ആറ്റുനോറ്റുണ്ടാക്കിയ വീടാട്ടോ. പക്ഷേ ഇതുവരെ ഞാനിപ്പോൾ 2 വർഷമായിട്ട് അങ്ങോട്ട് പോയിട്ടേ ഇല്ല എൻ്റെ വീട്ടിൽ. ഇത് കുടുംബ വീടാണ്. ഇവിടെ വന്നാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ തൂക്കിൽ തുടക്കൽ, പാത്രം കഴുകൽ, കിച്ചണിൽ കയറൽ, കുക്കിങ്, ഇതൊന്നും ഉണ്ടാവില്ല. എന്നാലും ബാക്കി പണികളുണ്ടാവും. അപ്പം എല്ലാവർക്കും എന്ത് പണി ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത്? ഒരുങ്ങാനൊന്നുമുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് ഞാനൊരു ചായം കുടിച്ച് വന്നപ്പോഴത്തേക്കും ആർക്കിടെക്റ്റ് ഇനി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അങ്ങനെ എടുത്തങ്ങ് ഇറങ്ങിയതാ. അപ്പോൾ പോയിട്ട് വരട്ടെ. ഇവിടെ വന്നാലും ഇപ്പോൾ ബാങ്കിൽ പോക്കായി, പൊന്നിൻ്റെ സ്കൂളിൽ പോക്കായിട്ട് എങ്ങനെ 100 കാര്യങ്ങളായിട്ട് എവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒട്ടപ്പാച്ചിലേനാ. തൊട്ടപ്പുറത്താ, കുടുംബ വീടിൻ്റെ തൊട്ടപ്പുറത്താ. ഇത് അവിടെ ഇരുന്ന ഡ്രസ്സായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിരുന്നു. ഇത് ഇന്നലെ പോയപ്പോൾ കംപ്ലീറ്റ് ഡ്രസ്സും എടുത്ത് ഇവിടെ വരുമ്പോൾ ഇടാന്ന് വെച്ചിട്ട് ഇവിടെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ വരി കെട്ടിഞ്ഞെടുത്ത്. കാരണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരല് 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. നാളെ വരാമെന്നും പറഞ്ഞ് പോകും. പക്ഷേ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പെട്ടെന്നൊന്നും വരത്തുണ്ടാവില്ല. അതുകൊണ്ട് ഇന്നലെ പോയിട്ട് അവിടെ ഫുള്ള് ജനലും അതും ഇതൊക്കെ തുറന്നിട്ടൊക്കെ വന്നതാ. പക്ഷെ പിന്നെ തിരിച്ചങ്ങോട്ട് പോയില്ല. അടച്ചിട്ടൊന്നുമില്ല, എല്ലാം ഇതാക്കി. വല്ല പാമ്പങ്ങനെ കയറി കിടക്കണമെന്നോ. അല്ലെങ്കിൽ തന്നെ അത് മുഴുവൻ കണ്ടാൽ ഹൃദയം പൊടിഞ്ഞു പോകും. അങ്ങനത്തെ അവസ്ഥയിൽ അത് കിടക്കുന്നത്. അവിടെ എപ്പോൾ പോയിട്ട് വന്നു കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോൾ എനിക്ക് മെന്റലി മൊത്തത്തിൽ ഞാൻ ഔട്ടായി. രാവിലെ തന്നെ മഴ തകർത്ത് പെയ്യ, നല്ല മഴയാണ്. എന്താ സുഖമെന്ന് അറിയോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോവാനേ തോന്നില്ല. അത്രത്തോളം എന്താ പറയുക, നല്ല അന്തരീക്ഷം എല്ലാം കൊണ്ടും. പക്ഷേ ജീവിത പ്രശ്നങ്ങൾ നമുക്ക് പലരുടെ കയ്യിലായിട്ട് ലോൺ എടുത്തതും പണയം വെച്ചതുമായിട്ട് പൊന്നുവിൻ്റെ സ്കൂളിലെ ഫോട്ടോ അത് ലാമിനേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഫ്രെയിം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാ. അതൊന്നും ചെയ്തില്ല. എന്താ അന്തരീക്ഷം എന്നറിയോ? നല്ല അടിപൊളി ക്ലൈമറ്റ്. ആര്യവേപ്പിലയും നിൽക്കുന്നത്. ഞാനും അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലും ആര്യവേപ്പില വെച്ചിട്ടുണ്ട്. അത് എന്താ ഹരിത എന്തോ സംതിങ് എന്ന് ഞാൻ വാങ്ങി വെച്ചതായിരുന്നു. പക്ഷെ അത് 2 നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കപ്പ് പൊട്ടി പോകത്തില്ലേന്നാ ഉറങ്ങിക്കിടന്ന പൊന്നൂനെയും വിളിച്ചുണർത്തിയിട്ട് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ബ്രഷും ചെയ്യിപ്പിച്ച് കയറ്റിയിരുത്തിയത്. നമ്മളെല്ലാം കൂടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തു, അപ്പോഴത്തേക്കും ഇറങ്ങി ഓടിയത്. പൊന്നു എല്ലാത്തിനും റെഡിയാ. അപ്പൊ പോയിട്ടാ. ഇതാണ് നമ്മളുടെ സൗധം. സൗധം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്. നീ പഠിച്ചപ്പോഴേ നീ ഇനി മലയാളം പഠിച്ചിട്ടുണ്ടാ? തട്ടി പൊട്ടി എങ്ങനെയോ 60 മാർക്ക് കിട്ടിയതാ മലയാളത്തിന്. ഇതാണ് ഇനി 2014 വെച്ചതാ. നിറാലാക്കിന്റെ അടിച്ച പെയിന്റ് എല്ലാം പോയി തോന്നണ്. ഇത് ഞാൻ നട്ടതാട്ടോ. ഇത് ഞാൻ ആപ്പിൾ ചാമ്പ ഞാൻ നട്ട ആപ്പിൾ ചാമ്പയാണ്. പുറത്ത് സിറ്റ് ഔട്ട് ഫുള്ള് ഇപ്പം ഫുള്ള് ഇതായി. 2 ആര്യവേപ്പില 2 വാങ്ങി നട്ടതാ മാസ്റ്റർ ബെഡ്റൂമിന് പുറത്തായിട്ട്. അതിപ്പോൾ ഇതാ ഭയങ്കര ഇതായി. ആകെ ഇത് മാത്രമേ ഇതായിട്ടുള്ളൂ, വളർന്നിട്ടുള്ളൂ. വെറുതെ കളഞ്ഞ ഇതായിരുന്നു. എന്താണ് പ്ലാവ്, അത് പൊടിച്ചു. ഇതും അതുപോലെ വാങ്ങി നട്ടതാ ആപ്പിൾ ചാമ്പ. ഇത് നിറയെ ഉണ്ടായിരുന്നു. കൊല കുത്തിയിട്ടുള്ള ഇത് രീതിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത് ആപ്പിൾ ചാമ്പ. വലിച്ചിതാക്കണ്ട. ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡ്. ഇതാ എങ്ങനെയുണ്ട് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് കാണാൻ? നല്ല ഭംഗിയില്ലേ? ഇതൊക്കെ 2 വർഷമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഇല്ല. അത് കാരണം ഒക്കെ ആകെ വല്ലാത്ത അവസ്ഥ. ഇനിയിപ്പം എന്നും വിചാരിക്കും ബാക്കി പണി തീർക്കണമെന്ന്. പിന്നെ മനസ്സും അങ്ങ് മടുക്കും.
ഇതാണ് എൻ്റെ നാട്, എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത്. അടിപൊളിയല്ലേ? എന്തൊരു ശാന്ത സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു ടർഫുണ്ട്. ഇതിപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഈ ഒരു വീട് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ ടർഫാണ്. അത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് റിലേറ്റീവ്സും ആൾക്കാരും ഒക്കെയാണ്. ശരിക്കും എൻ്റെ ടെറസ് മൊത്തം എനിക്ക് ഇതുപോലെ കിട്ടി. ഇത് ബിറ്റുമിൻ ഷീറ്റ് ഇട്ടതാട്ടോ, ഒരു കാര്യം ഉണ്ടായില്ല. അടി മുഴുവൻ എൻ്റെ പുട്ടി മുഴുവൻ പൊളിഞ്ഞ് ഇളകി ആകെ നാശക്കോടാലിയായി. ഞാൻ എൻ്റെ ചോരയും നീരും ഒന്നും പറയണ്ട. ഇപ്പം എങ്ങനെയാണ് 23ാമത്തെ വയസ്സിലൊക്കെ എനിക്ക് മുടിക്ക് നര വന്നതെന്നൊക്കെ മനസ്സിലായില്ലേ? ഇവിടെ പണിക്കാരുടെ കൂടെ അല്ല, പണിക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു 4 പേരുടെ പണി ഞാനും കൂടിയേ ചെയ്തിട്ടുള്ളൂ ഓരോ ദിവസവും. ഇത് 2 വീടിൻ്റെ അപ്പുറം ഹൈവേ ആണ്. അവിടെ നിന്ന് ഒരു ചെറിയ കട്ടിങ് റോഡിൽ കൂടെ കയറണം നമ്മളുടെ വീട്ടിലോട്ട്. എങ്ങനെയുണ്ട് എൻ്റെ വീടും? ഭയങ്കര വെയിൽ. നട്ടുച്ച 2 മണിക്ക് വെയിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നേയില്ല. ഇത് വീടിന് പുറത്താട്ടോ, മതിലിന് പുറത്ത്. ഇത് തണ്ണിമത്തനല്ലേ ഈ വളർന്നു നിൽക്കണ? എനിക്ക് അറിയത്തില്ല എന്താണെന്ന്. ഇത് റോഡിന് പുറത്ത് പുറംപോക്കിലല്ല, നമ്മളുടെ ഈ ഇതിനോട് ചേരത്തില്ലേ, മതിലിനോട് ചേർന്നിട്ടില്ലേ, അങ്ങനെ വളർന്ന് നിൽക്കുന്നതാണിത്. മമ്മി എറിഞ്ഞ തണ്ണിമത്തനാൻ്റെ ആണെന്ന് തോന്നണം, എനിക്ക് ഓർമ്മയില്ല. ഇത് ബോഗൻവില്ല, റോസ ചെടി, കുറേ ഉണ്ട് കേട്ടോ, കുറേ ചെടിയാണ്. ഇങ്ങനെ ഓപ്പോസിറ്റ് വീട്ടിലുള്ളവരൊക്കെ നട്ടിട്ടുള്ളത് കൊണ്ട് അല്ലാത്തത് കൊണ്ട് ഇത് കാന്താരി മുളക് കേട്ടോ. കാന്താരി മുളക് കുറേ ഞാനിവിടെ നിന്ന സമയത്ത്, കൊറോണ സമയത്ത് ഇവിടെ നിന്ന സമയത്ത് കുറേ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഈ കാണുന്നത് ആപ്പിൾ ചാമ്പയില്ലേ, ഇതിൻ്റെ ഈ പുറത്തോട്ടുള്ള കൊമ്പ് അവർ വെട്ടിക്കളഞ്ഞു. പക്ഷേ അവിടെ ലൈൻ കമ്പിയൊന്നും പോകുന്നില്ല, പക്ഷേ എന്നിട്ടും അത് വെട്ടിക്കളഞ്ഞു. അതായത് ഞവരയില. സത്യത്തിൽ നമ്മളുടെ ഇവിടെ എന്ത് വെറുതെ കളഞ്ഞാൽ പോലും പൊടിക്കും കേട്ടോ, അത്ര നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ്. ഇത് ഞാൻ ടെറസിൻ്റെ മുകളിൽ, നമ്മുടെ കുടുംബ വീട്ടിലെ ടെറസിൻ്റെ മുകളിൽ മഴ പെയ്തപ്പോൾ തുണി എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന സമയത്ത് കണ്ടതായിരുന്നു. ഇതല്ല, പേരയ്ക്ക കണ്ടു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴത്തെ ഇതുകൊണ്ട് ആത്തിച്ചക്ക. മുകളിലത്തെ നമ്മുടെ പറമ്പിൽ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതൊക്കെ വീണ് ആരും പറിക്കാനോ എടുക്കാനൊന്നും ഇല്ല. അത് കാരണം വെറുതെ വീണ് പോകും. ഒരുപാട് സാധനങ്ങളുണ്ട് ഇതുപോലെയുള്ള. വേറെ മറ്റേ മുള്ളുള്ളൊരു സാധനം എനിക്ക് അതിൻ്റെ ഒന്നും പേരറിയില്ല. ഇതുപോലെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എടുക്കാമെന്നല്ലാതെ. അതുപോലെ തന്നെ ഈ പേരയ്ക്കയും പേരയ്ക്കയും ഇഷ്ടം പോലെ കായ്ച്ച് കുരങ്ങൊക്കെ തിന്നിട്ട് ഇവിടെ കുരങ്ങ് വരുമെന്ന് പറയാറുണ്ട്. ഞാൻ പക്ഷേ ഇതുവരെയും കണ്ടിട്ടില്ലോ. ഞാൻ വാഷ് ചെയ്ത് എല്ലാം കൊണ്ടും എന്തൊരു സന്തോഷം എന്ന് പറയുക. വേറെ ഒന്നും വേണ്ട. ഇതുപോലെ ഇങ്ങനെ ഈ പച്ചപ്പും മഴയും ഇതുപോലെ നനുത്ത കാറ്റും ഇതൊക്കെ മതി. മനസ്സ് ഭയങ്കര കാമാൻ ക്വയറ്റ്, ഇങ്ങനെ പീസ്ഫുള്ളായിട്ടുള്ള ഈ അന്തരീക്ഷത്തിലുണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. എത്ര BP കൂടിയാലും എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, ഇതുപോലെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കുമ്പോൾ തന്നെ എന്ത് സന്തോഷം എന്ന് പറയും. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പേരയ്ക്ക്, ഒരുപാടുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നതൊക്കെ ഇങ്ങനെ വെറുതെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുത്താലോ. എല്ലാം കഴിഞ്ഞ് വിശന്ന് ജീവൻ പോയിട്ടാണ് താഴോട്ട് വന്നത്. അത് കഴിഞ്ഞ് നല്ല ചോറ്, നമ്മുടെ കരി അടുപ്പിലില്ലേ, അടുപ്പിൽ വേവിക്കുന്ന ചോറാട്ടോ ഇത്. അത് കഴിഞ്ഞ് മീൻ പൊരിച്ചത്, ചക്ക എൻ്റെ ഫേവറേറ്റ്. എനിക്ക് എത്ര ഇഷ്ടമെന്ന് അറിയാം ചക്ക, മത്തി മീൻ പുളി വെച്ചത്, പിന്നെ തോരൻ ഉണ്ടായിരുന്നു, കൂമ്പ് തോരൻ, വാഴക്കൂമ്പിൻ്റെ തോരൻ, പിന്നെ വാഴക്കായയുടെ ഉപ്പേരി, ബീട്രൂട്ട് ഉപ്പേരി. സാധാരണ ഇവിടെ ബീട്രൂട്ട് ഇതൊക്കെ തോരനാണ് വയ്ക്കല് പൊതുവേ, ഉപ്പേരി വയ്ക്കലില്ല കായും ബീട്രൂട്ടൊക്കെ. എന്തായാലും ശരി, അടിപൊളിയായിട്ടോ നാടൻ ഭക്ഷണം. നമ്മുടെ വീട്ടിലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു മായമൊന്നും ഇല്ലാത്ത നമ്മളുടെ പറമ്പിൽ തന്നെ ഉണ്ടായ സാധനങ്ങളിലുള്ള ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് അൾസർ മറ്റത് മറിച്ചതും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒക്കെ ലെവലായി നല്ല ഹാപ്പി ആയിട്ടായിരിക്കും എല്ലാ പ്രാവശ്യവും പോകണം. വീണ്ടും തിരിച്ചതുപോലെ തന്നെ വരും. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.